ദുൽഹജ്ജ് 8, 9 നോമ്പുകൾ അത് വളരെയേറെ പുണ്യമുള്ള നോമ്പാണ്. 9 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങളും വരുന്ന ഒരു കൊല്ലത്തെ പാപങ്ങളും പൊറുപ്പിക്കുന്നതാണ് എന്ന് സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള നോമ്പായി അറഫ നോമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസം ദുൽഹജ്ജ് 9 അന്നാണ്. ദുൽഹജ്ജ് 9 അന്നാണ് അറഫ ദിനം, അഥവാ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിനം. അറഫ എന്ന് പറയുന്നത് ഹറമിന്റെ ബൗണ്ടറിയുടെ പുറത്താണ്. അള്ളാഹുവിന്റെ കഅബത്തിന്റെ അടുക്കൽ വന്ന് ഹജ്ജ് ചെയ്യുന്ന വ്യക്തി ഹറമിന്റെ പുറത്ത് അള്ളാഹു ബഹുമാനിച്ച അറഫയിൽ പോയി ഒരുമിച്ച് കൂടി എല്ലാവരും ലക്ഷക്കണക്കിന് ആളുകൾ കൂടി നിന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ച് കഴുകി വൃത്തിയായി അള്ളാഹുവിന്റെ വീട്ടിന്റെ സമീപത്തേക്ക് ഇങ്ങോട്ട് വരിക എന്ന ഒരു രീതിയാണ് അറഫയിൽ ഹറമിന്റെ പുറത്ത് അറഫയിൽ നിന്നുകൊണ്ട് പിന്നീട് ഹറമിലേക്ക് കടന്ന് മുസ്ദലിഫയിൽ വന്ന് അങ്ങനെ മിനയിലും കഅബ ശരീഫിന്റെ സമീപത്തൊക്കെ എത്തണം എന്ന നിർദ്ദേശം നൽകപ്പെട്ടു. ഏതായിരുന്നാലും അറഫയുടെ ദിനം അത് ദുൽഹജ്ജ് 9 ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 അത് അവിടെയുള്ള ദിനം തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഒത്തുവന്നു എന്ന് വരും, ചിലപ്പോൾ ഒത്തു വന്നില്ലെന്ന് വരും. അതാത് പ്രദേശങ്ങളിലുള്ള ദുൽഹജ്ജ് 9 അറഫ നോമ്പ് മുഅ്മിനീങ്ങൾ നിർവഹിക്കേണ്ടത്. അവിടെയും ഇവിടെയും സമയവ്യത്യാസമുണ്ട് എന്ന് അറിയാത്ത ആരുമില്ലല്ലോ. ഇപ്പൊ മക്കയിൽ ഈ സമയത്ത് മഗ്രിബായിട്ടില്ല, നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞു. ഇനി അവിടുത്തെ സമയം നോക്കിയിട്ട് ഇവിടെ നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് മഗ്രിബ് നിസ്കരിക്കാൻ കഴിയില്ല, കാരണം ഖളായിപ്പോ. ഇതുപോലെ അവിടുത്തെ സമയം നോക്കി ഇവിടെ നോമ്പെടുക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, കാരണം അവിടെയും ഇവിടെയും സുബ്ഹിന്റെ സമയം വലിയ വ്യത്യാസമുണ്ട്, മഗ്രിബിന്റെ സമയം വ്യത്യാസമുണ്ട്. അപ്പൊ അവിടുത്തെ സമയത്തോട് യോജിപ്പിക്കുക എന്നല്ല, മറിച്ച് നിശ്ചയിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട സമയത്ത് ചെയ്യുക എന്നതാണ്. അപ്പൊ ഇവിടെ സൂര്യൻ നമ്മുടെ നെറുകയിൽ തലന്റെ നേരെ മേലെ നിന്ന് അല്പം തെറ്റുമ്പോൾ ദുഹൂറാവും. ആ സമയത്ത് മക്കയിൽ ദുഹൂറാവില്ല, അവിടെ സൂര്യൻ തെറ്റുമ്പോഴാണ് അവിടെ ദുഹൂറാവുക. അതേസമയത്ത് ഇവിടെ ആവുമ്പോഴല്ല. എന്ന് വെച്ച് നമുക്ക് നമ്മുടെ നിസ്കാരം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതേപോലെ അവിടെ ദുൽഹജ്ജ് 9 ആകുമ്പോഴാണ് അവിടെ അറഫയിൽ നിൽക്കുക എന്ന കർമ്മം നടക്കുക. ഇവിടെ ദുൽഹജ്ജ് 9 എപ്പോഴാണോ അന്നാണ് ഇവിടെ നാം നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അവിടുത്തെ സമയത്ത് ഇവിടെ എന്തായാലും നോമ്പെടുക്കാൻ കഴിയില്ല, കാരണം നല്ല സമയ വ്യത്യാസം ഉദിക്കുന്നതിനുമുണ്ട് അസ്തമിക്കുന്നതിനും. അപ്പൊ ഇവിടെ 9 എപ്പോഴാണോ അന്നാണ് അറഫയുടെ നോമ്പ് ഇവിടെ നിർവഹിക്കേണ്ടത്. എന്നാൽ യൗമു തർവിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം, അഥവാ ദുൽഹജ്ജ് 8, ആ 8ന്റെ ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ വരുമ്പോ നമുക്ക് പലപ്പോഴും അവിടെ ദുൽഹജ്ജ് 9 ആകുന്ന സമയത്തായിരിക്കും ഇവിടെ ദുൽഹജ്ജ് 8 ചിലപ്പോൾ ലഭിക്കുക. അപ്പൊ നമുക്ക് അവിടെ അറഫയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് നോമ്പ് കിട്ടും എന്ന ഒരു ഗുണവും കൂടി ദുൽഹജ്ജ് 8ന്റെ നോമ്പ് എടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫലവും കൂടി നമുക്ക് ലഭിക്കും എന്നത് നമ്മുടെ ഓർമ്മയിലുണ്ടാകും. ഏതായിരുന്നാലും ദുൽഹജ്ജ് 8ഉം 9ഉം വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നോമ്പെടുക്കുമ്പോൾ. ആ നോമ്പ് നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പെരുന്നാളിന്റെ ദിവസം അനാവശ്യം ചെയ്യാനുള്ളതല്ല, തമ്മാടിത്തം കാണിക്കാനുള്ളതല്ല, പടച്ച റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് പൊട്ടിക്കരഞ്ഞ് അതുവരെയുള്ള തെറ്റുകൾ പൊറുപ്പിച്ച് അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് ചെയ്യണം എന്ന് റബ്ബിനോട് കരഞ്ഞു പറഞ്ഞ് നന്നാകേണ്ട ദിനമാണ് പെരുന്നാൾ ദിവസം. അറഫ ദിവസം സുബ്ഹി മുതൽക്ക് സുബ്ഹിന്റെ ശേഷം മുതൽ പ്രത്യേകം ഓരോ നിസ്കാരത്തിന്റെയും ഫർളും സുന്നത്തുമായ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പ്രത്യേകം തക്ബീർ സുന്നത്തുണ്ട്. അത് അറഫ ദിവസം ദുൽഹജ്ജ് 9ന്റെ അന്ന് രാവിലെ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം തുടങ്ങുന്നു.
ദുൽഹജ്ജ് 13 അന്ന് അസറിന്റെ ശേഷം അടക്കം ആ തക്ബീർ നിർവഹിക്കുന്നു. അങ്ങനെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പ്രത്യേകം തക്ബീർ സുന്നത്തുണ്ട്. അതേ സമയത്ത് ദുൽഹജ്ജ് 1 മുതൽ കന്നുകാലികളെ കണ്ടാൽ, ഉദ്ഹിയ്യത്തിൽ കാലികളാണല്ലോ, കോഴീനെ ഉദ്ഹിയ്യത്ത് ഇറക്കാൻ പറ്റൂലല്ലോ, അതുപോലെ ജീവിതം ഇറക്കാൻ പറ്റൂലല്ലോ. ഈ കാലികളെ മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ. പശു, ആട്, ഒട്ടകം, ആ 3 മൃഗങ്ങളിൽപ്പെട്ട ഏതൊന്നിനെ കണ്ടാലും അല്ലാഹു അക്ബർ എന്ന് പറയൽ പ്രത്യേകം ദുൽഹജ്ജ് 1 മുതൽക്ക് തന്നെ സുന്നത്ത്. അതിന്റെ പുറമെ ദുൽഹജ്ജ് മഗ്രിബ് മുതൽക്ക് പിറ്റേ ദിവസം പെരുന്നാൾ നിസ്കാരത്തിന് ഇമാം കൈകെട്ടുന്നത് വരെ എല്ലാ സമയത്തും തക്ബീർ പ്രത്യേകം സുന്നത്ത്. തക്ബീർ കൊല്ലാനിപ്പോ പഴയ കാലം പോലെ ആളുകൾ കിട്ടുന്നില്ല. എല്ലാവർക്കും മൊബൈലാണ്, എല്ലാവരുടെ കയ്യിലും വാട്സപ്പാണ്. എല്ലാവരും പെരുന്നാൾ ആശംസ ഇങ്ങനെ പറയേണ്ട തിരക്കിലാണ്. അതേസമയം തക്ബീർ കൊല്ലാൻ ആർക്കും സമയമില്ല. അങ്ങനെയായി പോകാൻ പാടില്ല. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. നിസ്കാരത്തിന്റെ ആരംഭം അല്ലാഹു അക്ബർ കൊണ്ടാണ്. നിസ്കാരത്തിലുടനീളം അല്ലാഹു അക്ബറാണ്. അതേ ബാങ്ക് അല്ലാഹു അക്ബറാണ്. അതേ പ്രസവിച്ചോണ്ട് കേൾക്കേണ്ട വാചകം അല്ലാഹു അക്ബറാണ്. അല്ലാഹു അക്ബർ എന്ന വാചകം അല്ല വലിയവനാണ്. അത് പ്രഖ്യാപിക്കാനെങ്കിലും നമുക്ക് സാധിക്കണമല്ലോ. അത് പെരുന്നാളിന്റെ ദിനത്തിലും അതിനോടനുബന്ധിച്ചുള്ള ദിനത്തിലും ആ അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ കാരുണ്യം നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെരുന്നാൾ ദിനം, ഉദ്ഹിയ്യത്ത്, അതേപോലെ തന്നെ തക്ബീർ, അതുപോലെ നല്ല കാര്യങ്ങൾ, കുടുംബബന്ധം ചേർക്കുക. ബാപ്പ ഉമ്മ കുടുംബങ്ങളിൽപ്പെട്ട് പലരും മരിച്ചു പോയവരുണ്ടാവും. അവരെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് 2 കാര്യമാണ്. സിയാറത്ത് മൊത്തം സുന്നത്താണ്. അതിന്റെ പുറമെ ഒരു കുടുംബബന്ധം ചേർക്കലും കൂടിയാണ്. ബാപ്പ ഉമ്മക്കൊക്കെ പെരുന്നാളിന്റെ അന്ന് നമുക്ക് ബിരിയാണി വെച്ചു കൊടുക്കാനൊന്നും കഴിയില്ല. അതേ സമയത്ത് അവരെ പേരിൽ യാസീൻ ഓതാൻ കഴിയും, അവരെ പേരിൽ ഖുർആൻ ഓതാൻ കഴിയും, അവരെ സിയാറത്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവരെ സമീപത്ത് ചെന്ന് സിയാറത്ത് ചെയ്യുകയും അതുപോലെ അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ദുആ ചെയ്യുകയും അവരുടെ പേരിൽ സദഖ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ സന്തോഷത്തിൽ നമ്മിൽ മരിച്ചുപോയവരെയും കൂടി പങ്കുചേർക്കാനുള്ള വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. പെരുന്നാൾ നിസ്കാരം എല്ലാവർക്കും അറിയാം. വലിയ പെരുന്നാൾ നിസ്കാരം അത് സുന്നത്താണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി നമ്മുടെ തക്ബീർ ചൊല്ലിയാൽ തുടക്കത്തിൽ വജ്ഹത്ത് ഓതലാണ് പുണ്യം. അത് കഴിഞ്ഞ് 7 പ്രാവശ്യം തക്ബീറുണ്ട്. അതിന്റെ ഇടയ്ക്ക് സുബ്ഹാനല്ലാഹു വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ പുണ്യമുണ്ട്. അല്ലാഹു അക്ബർ എന്ന് 7 പ്രാവശ്യം പറയൽ സുന്നത്താണ്. അത് നിർവഹിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നില്ല. ഏതായിരുന്നാലും ആ വലിയ പുണ്യമുള്ള സുന്നത്ത് നമ്മൾ എടുക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടാകണം. അതിന്റെ ശേഷം സാധാരണ പോലെ തന്നെയാണ് ജുമാ നിസ്കാരവും ഒക്കെ നടത്തുന്ന പോലെ തന്നെയാണ് നിസ്കാരം. 2ാമത്തെ റക്അത്തിലും തുടക്കത്തിൽ ഒരു 5 തക്ബീറുണ്ട്. ആ തക്ബീറുകൾ ഇമാമിന്റെ കൂടെ നിർവഹിക്കുന്നവർ ഇമാമ് ഫാത്തിഹ തുടങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ തക്ബീർ ചൊല്ലരുത്. അതായത് ഒരാള് തുടങ്ങാൻ കുറച്ച് വൈകിപ്പോയി, അപ്പൊ അയാൾ തക്ബീർ ചൊല്ലി ഒരു 5 തക്ബീർ എത്തുമ്പോ ആദ്യത്തെ റക്അത്തിൽ അല്ലെ 2ാമത്തെ റക്അത്തിൽ ഒരു 3 തക്ബീറോ 4 തക്ബീറോ എത്തുമ്പോ ഇമാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങിയാൽ പിന്നെ ബാക്കി തക്ബീർ എല്ലാം പോരുന്നു. അവനവിടെ നിർത്തണം. പിന്നെ നമ്മൾ ഇമാമിന്റെ ഓത്ത് കേൾക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് കഴിഞ്ഞാലാണ് പെരുന്നാളിന്റെ ഖുത്ബ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഖുത്ബ കഴിയുന്നത് വരെ ഒരാളും ഇറങ്ങിപ്പോകരുത്. നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് പള്ളി തന്നെയാണ്. പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ഇവിടെ വെച്ച് തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. മറ്റു ചില മദ്ഹബുകാരും അതുപോലെ വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ളവരും ഒക്കെ ഈദ്ഗാഹിൽ പോയി നിസ്കരിക്കാറുണ്ട്. ഈദ്ഗാഹ് അവർക്ക് പുണ്യമായിരിക്കാം അവരുടെ മദ്ഹബിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാഫിഈ മദ്ഹബുകാരാണ്. നമുക്ക് പള്ളിയാണ് ഈദ്ഗാഹിനേക്കാൾ പുണ്യം. എന്നാൽ ഈദ്ഗാഹിലും അല്ല, പള്ളിയിലും അല്ല, പിന്നെ ഏതെങ്കിലും പോത്തുങ്ങള് മേയുന്ന സ്ഥലത്ത് പോയിട്ട് ആ നല്ല പെരുന്നാളിലെന്ന് നിസ്കരിക്കുന്ന കുറെ ആൾക്കാരാണ്. അത് ഈദ്ഗാഹൊന്നുമല്ല. അവർ ഈദ്ഗാഹ് ചിലപ്പോൾ ഒരു ബോർഡ് വെക്കും. ആ ബോർഡ് പിന്നെ പള്ളിന്റെ ഓർമ്മ തന്നെ വെച്ചാൽ പോരെ, ഒരു ഫ്ലക്സ് എഴുതി വെച്ചാൽ പോരെ ഈദ്ഗാഹ്. എന്നാൽ ഇങ്ങനെ ഫ്ലക്സ് വെച്ചാൽ ഈദ്ഗാഹൂലല്ലോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുരുമുളകിന്റെ കുപ്പീന്റെ മേലിൽ അല്ല വെള്ളത്തിന്റെ കുപ്പീന്റെ മേളിൽ കുരുമുളക് എഴുതി വെച്ചുകൊണ്ട് കുരുമുളകാവില്ല, അതുകൊണ്ട് എറുമ്പ് കയറാതിരിക്കുകയില്ല. അപ്പൊ അതൊരു ആളുകളെ വഞ്ചിക്കുന്ന ഒരു പരിപാടിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ എല്ലാ ഏർപ്പാടും വഞ്ചനയാണ്. അതിലൊന്നും സത്യസന്ധതയില്ല.
അപ്പൊ അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ വെച്ച് തന്നെയാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത്. പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് അത് വലിയ പുണ്യമുള്ള നിസ്കാരമാണ്. ഉജൂബാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടാവും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ആ സുന്നത്ത് നിസ്കാരം നമ്മുടെ ചെറിയ പെരുന്നാൾ പോലെയല്ല. ചെറിയ പെരുന്നാളിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചെറിയ എന്തെങ്കിലും ഒരു കാരക്കെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടിറങ്ങലാണ് പുണ്യം. വലിയ പെരുന്നാൾ നിസ്കാരത്തിന് ഇറങ്ങുമ്പോ ഒന്ന് കഴിക്കാതെ ഇറങ്ങലാണ് പുണ്യം. ആ വലിയ പെരുന്നാള് നിസ്കാരം കഴിയുന്നതും നേരത്തെ നിർവഹിക്കലാണ് പുണ്യം. കാരണം അതിന് ശേഷമാണ് ഉദ്ഹിയത്ത് ഇറക്കേണ്ടത്. അതേസമയത്ത് വലിയ പെരുന്നാൾ നിസ്കാരത്തിന് അങ്ങനെയാണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം അങ്ങനെയല്ല. ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടാണ് ചെറിയ പെരുന്നാൾ നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് ചെറിയ പെരുന്നാൾ നിസ്കാരം വൈകിയാൽ അത് മോശമല്ലാതെ നല്ലതാണ്. മിതമായി വൈകുക എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള വൈക്കം അത് നല്ലതാണ്. വലിയ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിട്ട് വേണം നമുക്ക് ഉദ്ഹിയത്ത് ഇറക്കാൻ. ഉദ്ഹിയത്ത് ഇറക്കുന്നതിന് ഈ 10, 11, 12, 13 4 ദിനങ്ങളും ഉണ്ട്. ആ ദിനങ്ങളിൽ ഉദ്ഹിയത്ത് അറക്കേണ്ടത് ഫസ്റ്റ് ദിവസം തന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. നിസ്കാരത്തിന് മുമ്പ് സൂര്യൻ ഉദിച്ചു ഉയർന്നതിന്റെ ശേഷം നിസ്കാരത്തിന്റെ സമയവും ഖുതുബയുടെ സമയമൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ നിസ്കാരം നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഉദ്ഹിയത്ത് ഇറക്കുന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമാണ്. ശാഫിഈ മദ്ഹബിൽ അങ്ങനെ അർത്ഥാലും ഉദ്ഹിയത്ത് പറ്റുമെങ്കിലും അത് നല്ലതല്ല എന്ന് മാത്രമല്ല വേറെ പല മദ്ഹബിലും ആ ഉദ്ഹിയത്ത് തന്നെ ആവില്ല. അതുകൊണ്ട് നിസ്കാരത്തിന് ശേഷം തന്നെയാണ് ഉദ്ഹിയത്ത് ഇറക്കേണ്ടത്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഈ മഹത്തായ ദിനങ്ങളെ എതിരേൽക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയിട്ട് വേണം ഇനിയങ്ങോട്ടുള്ള നമ്മുടെ നീക്കങ്ങൾ എന്ന് ഈ സമയത്ത് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ.